എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ലൈനിങ് ബ്ലൗസ് എങ്ങനെ പെർഫെക്റ്റായി സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇതിന്റെ കട്ടിംഗ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരും കട്ടിംഗ് മുഴുവൻ മനസ്സിലാക്കണമെന്നുള്ളവരും ആദ്യം ആ വീഡിയോ പോയി കണ്ടോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. കട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ സ്റ്റെപ്പ് നല്ലോണം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നതാണ്. ഒരു പിടി ടിപ്സും അക്യൂറേറ്റ് ആയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്സും ഉപയോഗിച്ചാൽ ബിഗിനേഴ്സ് പോലും ഷോപ്പ് സ്റ്റൈൽ പെർഫെക്ഷനിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് നേരിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ ലൈനിങ്ങും നല്ല തുണിയും ഒന്നിച്ച് വെച്ച് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇത് ലൈനിങ് മാറിപ്പോവാതെ തെന്നിപ്പോവാതെ പെർഫെക്റ്റ് ആയി സ്റ്റിച്ച് ചെയ്യാൻ സഹായിക്കും. ഇനീഷ്യൽ സ്റ്റിച്ച് ഇടുമ്പോൾ എപ്പോഴും നല്ല തുണിയുടെ റോങ് സൈഡിൽ വേണം ലൈനിങ് വെക്കാൻ. സൈഡ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ എക്സസ് ആയി വരുന്ന തുണി മുഴുവനായി കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ കാണുന്ന പോലെ തുണിയുടെ ഷേപ്പിലാക്കി എടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡും പിന്നെ ബാക്ക് പാർട്ടും ഞാൻ ഇവിടെ ലൈനിങ് വെച്ച് കറക്റ്റായി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ടക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായി കട്ടിംഗ് സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത ആ ടക്ക് ലൈനിൽ കൂടി ആദ്യം സ്ട്രൈറ്റ് ആയി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇത് തുണി തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ശേഷം ഇങ്ങനെ മടക്കി കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ബാക്ക് ടക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് സ്ട്രോങ് ആക്കി എടുക്കാം. ഇതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിലെ മെയിൻ ഡാർട്സും സൈഡ് ഡാർട്സും നമുക്ക് പതിയെ ഫോൾഡ് ചെയ്ത് പെർഫെക്റ്റ് ആയി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ 3 ഡാർട്സും കറക്റ്റ് പോയിന്റിൽ വരാൻ ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് സ്ലീവ് തയ്ക്കാം. അതിനായി സ്ലീവിന്റെ നല്ല ഭാഗത്തിന് മുകളിലായി ലൈനിങ് പീസ് വെച്ചുകൊണ്ട് സ്ട്രൈറ്റ് ആയി ഒരു സ്റ്റിച്ച് ഇടാം. ഇത് മറിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ നല്ല ഭാഗത്തായി ലൈനിങ് വെക്കുന്നത്. ഇത് മറിച്ചടിക്കുമ്പോൾ ലൈനിങ് ഓട്ടോമാറ്റിക്കായി മറ്റേ സൈഡിലേക്ക് ആയിക്കോളും. ബോട്ടം ഫിനിഷിംഗ് നല്ലതാവും. ഇനി ഇതിനെ നിവർത്തി മറിച്ച് തയ്യൽ തുമ്പിലെ ലൈനിങ്ങിലേക്ക് ജോയിൻ ചെയ്ത് മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം സ്ലീവിലെ സൈഡിലും കർവ്സിലും ഫുള്ളായി ലൈനിങ്ങും നല്ല തുണിയും ഒന്നിച്ച് വെച്ച് അടിച്ച് പിടിപ്പിക്കാം. ഫൈനലായി ഉള്ള എക്സസ് തുണി കട്ട് ചെയ്ത് മാറ്റാം. ഇതോടെ നമ്മുടെ 2 സ്ലീവും റെഡിയായി. അടുത്തതായി വേസ്റ്റ് ബാൻഡ് അറ്റാച്ച്മെന്റ് ആണ്. ഇത് നമ്മൾ ഗം സ്റ്റിച്ച് ഓർ ഇൻവിസിബിൾ മെത്തേഡിലാണ് ചെയ്യുന്നത്. അതിനായി ആദ്യം ലൈനിങ് പീസ്, അതിന് മുകളിൽ നല്ല തുണി, പിന്നെ വീണ്ടും ഒരു ലൈനിങ് പീസ് എന്നിങ്ങനെ സീക്വൻസിൽ വെച്ച് താഴത്തെ ഭാഗം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇനി അതിനെ മടക്കി നല്ല ഭാഗം ഒരു സൈഡിലും 2 ലൈനിങ് പീസ് ഒരുമിച്ച് വരുന്ന പോലെയും വെച്ച് ലൈനിങ്ങിനെ മുകളിലൂടെ പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇനി വേസ്റ്റ് ബാൻഡിന്റെ മുകളിലെ ഭാഗത്ത് 2 ലൈനിങ് തുണിയും ഒരുമിച്ച് വെച്ച് ഫ്രണ്ട് പാർട്ടിലെ ബാക്ക് സൈഡിലേക്കായി വെച്ച് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കട്ടിംഗ് സമയത്ത് വേസ്റ്റ് ബാൻഡിന് ഒരു കട്ടിംഗ് കൊടുത്തിരുന്നു, മിഡിൽ ഭാഗം ഏതെന്ന് മനസ്സിലാവാൻ വേണ്ടി. അതേ കട്ടിംഗ് ഭാഗത്ത് കൂടി വേണം ഫ്രണ്ട് പാർട്ട് വെക്കാൻ. ഇനി ഈ പാർട്ടിനെ നിവർത്തി വെച്ച ശേഷം ലൈനിങ് ഉള്ള ഭാഗത്തേക്ക് ബ്ലൗസിന്റെ ബാക്കിയുള്ള ഫ്രണ്ട് പാർട്ട് പതിയെ ചുരുട്ടി വെക്കുക. വേസ്റ്റിന്റെ നേരത്തെ ഫ്രണ്ട് പാർട്ടിലേക്ക് ലൈനിങ് വെച്ച് ജോയിൻ ചെയ്ത ഭാഗവും ചുരുട്ടിയ തുണിയുടെ അടിയിൽ കൂടി വരുന്ന നല്ല തുണിയിലെ വേസ്റ്റ് ബാൻഡിന്റെ മുകളിലെ ഭാഗവും ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞ് തുണി പുറത്തേക്ക് എടുക്കുമ്പോൾ സ്റ്റിച്ച് തോന്നാതെ ഫുൾ കൺസീൽഡ് ആയി പെർഫെക്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ബ്ലൗസിന്റെ 2 ഭാഗത്തും വേസ്റ്റ് ബാൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുമിച്ച് വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്യാം. എപ്പോഴും ഷോൾഡർ ജോയിന്റിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ ഓർമ്മിക്കണം. നെക്സ്റ്റ് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഷോൾഡറിന്റെ മിഡിൽ ഭാഗത്തും സ്ലീവിന്റെ മിഡിൽ ഭാഗവും ഒരുമിച്ച് വെച്ച് വേണം തുടങ്ങാൻ. ഒരു സൈഡിലേക്ക് തയ്ച്ചിട്ട് പിന്നെ തിരിച്ചു തുടങ്ങിയ ഇടത്ത് നിന്ന് മറ്റേ സൈഡിലേക്ക് അടിക്കുക. ഇങ്ങനെ മുഴുവനും ഡബിൾ സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യാം. ഇനി ഹുക്സ് പീസ് തുണിയെ 2ആയി മടക്കി ഫ്രണ്ട് പാർട്ടിലെ നല്ല ഭാഗത്തായി വെച്ച് സ്ട്രൈറ്റ് ജോയിൻ ചെയ്യാം. ഇനി തയ്യൽ തുമ്പും ഹുക്സ് പീസും ഒരുമിച്ച് വെച്ച് അതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. എക്സസ് വരുന്ന തുണി മടക്കി വെച്ച് ഹുക്സ് പീസ് ലൈനിങ്ങിന് നേരെ മുഴുവനായി മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇനി റിങ്സ് പീസ് അറ്റാച്ച് ചെയ്യാനായി തുണി 2ആയി മടക്കി ലൈനിങ് ഉള്ള ഭാഗത്തേക്കായി പീസ് വെച്ച് സ്റ്റിച്ച് കൊടുക്കാം. എക്സസ് തുണി മടക്കി വെച്ച് നേരത്തെ പോലെ തയ്യൽ തുമ്പും റിങ്സ് പീസും ഒരുമിച്ച് വെച്ച് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി അതിനെ ഫ്രണ്ട് ഭാഗത്തേക്കായി അതിന്റെ നേരെ പകുതി മടക്കി അടിച്ച് നിർത്താം. റിങ്സ് വെക്കാനായി 1/4 ഇഞ്ചിൽ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് കൂടി പാരലലി കൊടുക്കാം. എക്സസ് തുണി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നെക്ക് ലൈൻ ഫിനിഷർ ചെയ്യാം. നെക്ക് ഹെമ്മിങ് പീസ് തികയാത്തതിനാൽ ക്രോസ് കട്ട് ചെയ്ത പീസ് രണ്ടും ജോയിൻ ചെയ്ത് ആദ്യം ഒന്നാക്കാം. എന്നിട്ട് ഈ നെക്ക് പീസ് 2ആയി മടക്കി ബ്ലൗസിന്റെ നല്ല ഭാഗത്തോടെ നെക്കിന്റെ ഷേപ്പിൽ ജോയിൻ ചെയ്യാം. ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പും ഫിനിഷ്
ഫിനിഷിങ്ങും പെർഫെക്ഷനും കിട്ടാനായി ഓരോ കട്ടിംഗ് അതിലൂടെ കൊടുക്കാം. സ്റ്റിച്ച് മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി എക്സസ് മടക്കി നേരത്തെ പോലെ തയ്യൽ തുമ്പും ഹെമ്മിങ് പീസും ഒരുമിച്ച് വെച്ച് പതിപ്പിച്ച് അടിക്കാം. ഇനി അതിന്റെ ലൈനിങ് ഉള്ള ഭാഗത്തേക്കായി മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഈ സ്റ്റിച്ച് നമ്മൾ ലോങ് സ്റ്റിച്ച് ഇടുന്നതാണ് നല്ലത്, കാരണം പിന്നീട് നമ്മൾ കൈ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് അരിച്ചിടുന്നതാണ്. ഇനി ബസ് ലൈൻ മാർക്ക് ചെയ്യാനായി ബാക്കിന്റെ അളവ് അളന്ന് നോക്കാം. ഷോൾഡർ ടു ബസ് ലെങ്ത് വന്നിട്ട് 10 ഇഞ്ചാണ്. അത് വെർട്ടിക്കൽ മാർക്ക് ചെയ്ത് അവിടുത്തെ ഹൊറിസോണ്ടൽ അളവ് കണ്ടെത്താം. ഇവിടെ നമുക്കിപ്പോ 20.5 ഇഞ്ചാണ് ഉള്ളത്. പക്ഷേ ആക്ച്വൽ ബസ്റ്റ് കാൽക്കുലേഷൻ വന്നിട്ട് 40+3 is equal to 43/2 is equal to 21.5 ഇഞ്ച്. അതാണ് ഇവിടെ വേണ്ടിയിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള 1 ഇഞ്ച് കുറവ് ഫ്രണ്ടിലൂടെയാണ് വരേണ്ടത്. അത് നമ്മൾ അഡ്ജസ്റ്റ് മാർക്കിംഗ് ചെയ്യണം. ഇനി ആം ഹോൾ ടോട്ടൽ 17.5+1 is equal to 18.5 ഇഞ്ച്. അതിന്റെ പകുതി 9.25 ഇഞ്ച് ഉണ്ടോന്ന് ടേപ്പ് വച്ച് അളന്ന് ചെക്ക് ചെയ്യാം. കറക്റ്റ് ആണ്. സ്ലീവ് റൗണ്ട് വന്നിട്ട് 11.5 ഇഞ്ച് ഫ്ലാറ്റ് മാർക്ക് ചെയ്യാം. ആം ഹോളിൽ നിന്നും താഴേക്ക് സ്ട്രെയിറ്റ് ആയി മാർക്ക് ചെയ്യാം. ഫ്രണ്ട് പാർട്ടിലെ വേസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 36/4 is equal to 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് മാർക്കിംഗിലേക്ക് നിന്ന് വേസ്റ്റിലേക്ക് മാർക്ക് ചെയ്ത് നല്ല ഷേപ്പ് ചെയ്യാം. സ്ലീവും മാർക്ക് ചെയ്യാം. ഇനി റൈറ്റ് സൈഡ് ഫ്രണ്ട് പാർട്ടും മാർക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റിങ്സ് പീസ് വിട്ട് വേണം മാർക്ക് ചെയ്യാം, കാരണം റിങ്സ് പീസ് തുണി പുറത്തോട്ടാണ് നിൽക്കുന്നത്. ബട്ടൺസ് ഇടുമ്പോൾ അത് ഓവർലാപ്പ് ആവും. ഇനി ടോട്ടൽ ഫ്രണ്ട് ബസ്റ്റ് അളവ് 21.5+1 is equal to 22.5/2 is equal to 11.25 ഇഞ്ച്. ബസ്റ്റ് കറക്റ്റ് ഹൈ പോയിന്റിൽ ഉണ്ടോന്ന് ഡബിൾ ചെക്ക് ചെയ്യാം. ഇനി സൈഡ് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. തുണികൾ തമ്മിൽ തെന്നിപ്പോവാതിരിക്കാൻ പിൻസ് കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നത് കൂടുതൽ എളുപ്പവും അക്യുറേറ്റ് പെർഫെക്ഷനിലും തരും. നമ്മൾ കട്ടിങ്ങിന്റെ സമയത്ത് 2 ഇഞ്ചാണ് എക്സ്ട്രാ സീം അലവൻസ് പീസ് കൊടുത്തിരുന്നത്. അതിനെ നമ്മളിപ്പോ എക്സ്ട്രാ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ളത് 1.25 ഇഞ്ചിൽ മാർക്ക് കൊടുത്ത് എക്സ്ട്രാ പാർട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാക്ക് വേസ്റ്റിലേക്ക് ഫിനിഷറായി ഒരു ഹെമ്മിങ് പീസ് കൂടി ജോയിൻ ചെയ്യാം. എന്നിട്ട് തയ്യൽ തുമ്പും ഹെമ്മിങ് പീസും ഒരുമിച്ച് വെച്ച് പതിപ്പിച്ച് അടിക്കാം. ഇനി ഇതിനെ ലൈനിങ് ഉള്ള ഭാഗത്തിലേക്ക് മടക്കി മുകളിൽ ഒരു ലോങ് സ്റ്റിച്ച് ഇടും. ഇതും പിന്നീട് ഹെമ്മിങ് ചെയ്ത് അഴിക്കാൻ വേണ്ടിയാണ്. ഇനി ഫൈനൽ ടച്ചായി ഹാൻഡ് ഹെമ്മിങ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനായി നൂൽ സൂചിയിൽ കുറച്ച് ഒരു സൈഡിൽ മാത്രം ടൈ ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ ക്രോസ് ആയി പതിയെ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ഫുള്ള് നെക്കിലേക്കും വേസ്റ്റിലേക്കും ഹെമ്മിങ് ചെയ്തെടുക്കണം. ലാസ്റ്റിൽ സേഫായി നോട്ട് ഇട്ട് ടൈ ചെയ്ത് നൂൽ കട്ട് ചെയ്ത് മാറ്റാം. ഹെമ്മിങ് ഫുള്ളായി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മെഷീനിൽ ഇട്ടിരുന്ന ആ റഫ് ലോങ് സ്റ്റിച്ച് പൊട്ടിച്ച് അഴിച്ചു മാറ്റാം. ഇനി ഫൈനൽ സ്റ്റെപ്പ് ഹുക്സ് ആൻഡ് റിങ്സ് വെക്കാം. ഞാനിവിടെ അക്യുറേറ്റ് സ്പേസിൽ 5 ഹുക്സ് ആണ് വെക്കുന്നത്. അതിനെ ടേപ്പ് വെച്ച് നീറ്റായി മാർക്ക് ചെയ്ത് ഓരോന്നായി വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഡബിൾ ലൈൻസ് ലൂപ്പിലിട്ട് സ്ട്രോങ് ആയി വെക്കാം. നൂല് 4ആയിട്ടാണ് ഹുക്ക് ടൈറ്റ് ആയി നിൽക്കാൻ ഡ്യൂറബിൾ ആയി സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി അതേപോലെ റിങ്സും വെച്ച് കൊടുക്കാം. റിങ്സിന് ഞാനിവിടെ 6 റിങ്സ് ആണ് വെക്കുന്നത്. അതിന്റെ കാരണം നമ്മൾ നോർമൽ 5 റിങ്സ് അളവിനേക്കാൾ വേസ്റ്റിന്റെ ഭാഗത്ത് അക്യുറേറ്റ് മാച്ചിങ്ങിൽ 1 ഇഞ്ച് വിട്ട് ഒരു എക്സ്ട്രാ റിങ്സ് കൂടി ചെയ്യണം. കാരണം കസ്റ്റമർക്ക് എപ്പോഴെങ്കിലും കൂടുതൽ ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് ടൈറ്റ് ആക്കാൻ ഇത് സഹായിക്കും. സോ 6 റിങ്സ് ടോട്ടൽ സ്ട്രോങ് ആയി ലൂപ്പ് സ്റ്റിച്ച് എടുക്കാം. ദാ നമ്മുടെ ലൈനിങ് ബ്ലൗസ് ഇവിടെ പെർഫെക്റ്റ് ആയി ഫിറ്റിങ്ങിൽ ഫുൾ ഫിനിഷിംഗ് ആയി വന്നിട്ടുണ്ട്. ഇന്നർ സീംസ് എല്ലാം ക്ലീൻ ആണ്. ഹുക്സ് ആൻഡ് നെക്ക് ലൈന് എല്ലാം അൾട്രാ നീറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാൽക്കുലേഷൻസും ഈ സ്റ്റെപ്സും ട്രാക്ക് ചെയ്ത് തയ്ച്ചാൽ സിമ്പിളായി ഇതേ ഫിനിഷിംഗ് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ധാരാളമായി കമന്റിൽ ചോദിക്കാം. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.